ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാലപ്പം റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ്. ഞാനിപ്പം 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്ലാസ്സാണ് ഉള്ളതെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുക്കാം കേട്ടോ. 2 ഗ്ലാസ് പച്ചരി എടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലോണം കഴുകിയിട്ട് വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പച്ചരി നല്ലോണം കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ചധികം തന്നെ വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് കുതിർത്ത് വെക്കണം. 4 മണിക്കൂറോ ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി ചെയ്തിട്ട് രാവിലെ വരെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതാ 4 മണിക്കൂറിന് ശേഷം പച്ചരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഒരു അരിപ്പയിലിട്ടിട്ട് അതിലെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അളവിൽ തന്നെ തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് ചോറും 1 ഗ്ലാസ് തേങ്ങയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.25 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക. തരിതരിപ്പൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. നല്ലതാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാലപ്പം കിട്ടുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാരയും കൂടി മിക്സ് ആക്കി എടുക്കലാണ്. നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മാവില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും കയ്യിൽ വെച്ചിട്ട് തവി വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഈ ഒരു പഞ്ചസാര മെൽറ്റാകുന്നത് വരെ നല്ലോണം മിക്സ് ആക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പം ഇത് ഒരു 6 മണിക്കൂറോളം പൊങ്ങാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക. പിന്നില്ലേ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച പച്ചരി ആണെങ്കിൽ, തലേ ദിവസം കുതിർത്ത് വെച്ച പച്ചരി ആണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് അതിലേക്ക് ചോറും തേങ്ങയും ഈസ്റ്റെല്ലാം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങിക്കിട്ടും കേട്ടോ. ഇതിപ്പം ഞാൻ 6 മണിക്കൂർ എടുത്തിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. സെയിം ഇതന്നെ നമുക്ക് 2 മണിക്കൂർ കൊണ്ടും ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. 6 മണിക്കൂറിന് ശേഷം കേട്ടോ. ഞാനിപ്പോൾ 4 മണിക്കൂറല്ലേ പച്ചരി കുതിർക്കാൻ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഇത് നല്ലോണം തന്നെ പൊങ്ങി വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ച പച്ചരിയാണെങ്കിൽ കുറച്ചുകൂടി പൊതിർന്നില്ലേ, അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് പുളിച്ച് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഞാൻ പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ പാത്രം ചൂടാക്കി എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി. ഞാനിപ്പം 2 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. പാലപ്പം ചുറ്റിച്ചെടുക്കാനെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ലോണം തന്നെ ചുറ്റിച്ചെടുക്കലാണ്. ഇനിയിപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഹോൾസ് നല്ലോണം വന്ന് തുടങ്ങുന്ന ടൈമിൽ നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ കുറച്ചധികം ഹോൾസ് വരുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കലാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കട്ടെ, ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ അടിപൊളി പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം 2 തവി മാവല്ല ഒഴിച്ച് കൊടുത്തത്. 1 തവിയാണെങ്കിൽ ചെറിയ പാലപ്പം റെഡിയാക്കി എടുക്കാം. നമുക്ക് 3 തവി മാവെല്ലാം ഒന്നെങ്കിൽ കുറച്ച് വലുത് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഹോളെല്ലാം വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. ഇനിയിപ്പോൾ വീണ്ടും തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. മാവ് ഒഴിച്ച് കൊടുക്കുമ്പം തീ കുറച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചിട്ട് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഹോൾസ് എല്ലാം വന്ന ശേഷം ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ചെറുതായിട്ടെല്ലാം ഹോളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അടച്ചു വെക്കലാണ്. പിന്നെ ഇതേ റെസിപ്പി തന്നെ 1 മണിക്കൂർ കൊണ്ടെല്ലാം ചെയ്യുന്നത് ഞാൻ 1 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കുക കേട്ടോ. അത് സെയിം ഇതുപോലെ തന്നെയാണ്. പക്ഷേ തലേ ദിവസം രാത്രി പച്ചരി കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ഈ ഒരു ഐറ്റംസ് എല്ലാം ഈ ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് അരച്ച് വെച്ച് 1 മണിക്കൂർ കൊണ്ട് തന്നെ പുളിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പാലപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. ഇത് വൈകുന്നേരം വരെ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ചുട്ടിട്ട് രാത്രി വരെ വെച്ചാലും ഈ ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിത്
കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കാം. ഇതില്ലേ വെജിറ്റബിൾ സ്റ്റ്യൂ, മുട്ട സ്റ്റ്യൂ, ചിക്കൻ സ്റ്റ്യൂ, ചിക്കൻ കറി എല്ലാ റെസിപ്പിൻ്റെ കൂടിയും വെജിറ്റബിൾ കുറുമ എല്ലാത്തിൻ്റെയും കൂടി അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ പാലപ്പം റെഡിയാക്കാത്തവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചിക്കൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പി കാണിക്കാം. ഞാനിപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പട്ട, ഒരു സ്റ്റാർ, തക്കോലയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 6 ഏലക്ക, 2 കറാമ്പു ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ലും മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി നീളത്തിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിൻ്റെയും റോസ് സ്മെല്ലും മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക, അതും വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വലുതായിട്ട് കട്ടാക്കിയതും പിന്നെന്താ ഒരു ക്യാരറ്റും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്ത ഓയിലിൽ കുറച്ചധികം ഒന്ന് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് കൂടി പോയതാണ് കേട്ടോ. ഇനിയിപ്പം എല്ലാം കൂടി നല്ലോണം ഫ്രൈ ആവുന്ന വരെ മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിത് 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനും കൂടി ഫ്രൈ ആവുന്ന രീതിയിൽ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ക്രഷ് ചെയ്ത കുരുമുളക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പം തേങ്ങൻ്റെ 2ാം പാലാണ്, ഒരു വലിയ തേങ്ങൻ്റെ 2ാം പാലാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങെല്ലാം കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കലാണ്. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ കട്ടാക്കി വെച്ച ഒരു ഉള്ളിയില്ലേ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിലർ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കും, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ലോണം ഉടച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു തേങ്ങൻ്റെ കട്ടിപ്പാലില്ലേ 1ാം പാല് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കലാണ്. ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടക്കുമ്പോൾ തന്നെ ഈ ഒരു ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരും. ചിക്കൻ സ്റ്റ്യൂ എല്ലാം കുറച്ച് ലൂസായിട്ട് തന്നെയല്ലേ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഉള്ളി ഒന്ന് ഫ്രൈ ആവുന്ന ടൈമിൽ ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന ടൈമിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കുക. ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. വെള്ളപ്പത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ചിക്കൻ സ്റ്റ്യൂ നല്ല തിക്കായിട്ട് ഉണ്ടാവില്ല കേട്ടോ, ഈ ഒരു ലൂസിൽ തന്നെയാണ് ഉണ്ടാവുക. ഇതുപോലെ തന്നെ സെയിം നമുക്ക് മട്ടൺ സ്റ്റ്യൂവും റെഡിയാക്കി എടുക്കാം. നമുക്ക് മട്ടൺ ഒന്ന് ആദ്യം കഴുകിയിട്ട് ഗരം മസാല പൗഡറെല്ലാം ഇട്ടിട്ട് എന്താ പറയുക 2-3 വിസിൽ വേവിച്ചിട്ട് ഇതുപോലെ സെയിം ചെയ്തെടുത്താൽ മതി കേട്ടോ. മട്ടൺ സ്റ്റ്യൂ സെയിം ഇതേ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ സെർവ് ചെയ്യലാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വെള്ളപ്പവും ചിക്കൻ സ്റ്റ്യൂവും പാർട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കോ എല്ലാം വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. പിന്നെ വെള്ളപ്പെല്ലാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാവും. എന്തായാലും റെഡിയാക്കി കൊടുക്കുക. പിന്നെ വെള്ളപ്പത്തിൻ്റെ എല്ലാം റെസിപ്പി എല്ലാവർക്കും അറിയുന്നതന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.